ഹണി ആം ഹോം. ഹലോ ഹലോ, ഞാൻ സംഗീത. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ റെസിപ്പി നീർദോശയാണ്. സോ നീർദോശ ഒരു സോഫ്റ്റ് ആയിട്ടില്ല, ഒരു ലേസി റൈസ് ക്രേപ്പ് പോലത്തെ ഒരു സാധനമാണ്. ആൻഡ് ഇത് കോസ്റ്റൽ കർണാടക റീജിയനിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. നീർദോശേൻ്റെ നീരിൻ്റെ മീനിങ് വെള്ളമാണ് തുലു ആൻഡ് കന്നഡയിൽ. സോ ഇതിൻ്റെ ബാറ്റർ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. ഇത് 2 വർഷം മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവർ ഡിന്നറിന് ഉണ്ടാക്കാൻ പറഞ്ഞു വെച്ച സാധനമായിരുന്നു. ആൻഡ് ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ വേഗം വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യട്ടെ. സോ അത്ര ക്ലാരിറ്റി ഒന്നുമില്ല വീഡിയോ, പക്ഷേ റെസിപ്പി നല്ലോണം കാണിച്ചു തന്നിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അവളുടെ ഹസ്ബൻഡ് മാംഗ്ലൂരിയനാണ്. സോ ഒത്തൻറ്റിക് റെസിപ്പിയാണ്. അവരുടെ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കാറ്. സോ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് റോ റൈസ്, ഞങ്ങൾ സോന മസൂരിയാണ് എടുത്തിരിക്കുന്നത്, മെഷർ ചെയ്തിട്ട് എടുത്ത് വെക്കാം. പക്ഷേ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 2 കപ്സ് റൈസ് മതിയാവും. മൂടി വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് 5 to 6 hours ഇതിനെ ഒന്ന് സോക്ക് ചെയ്യാൻ വിടണം. 5-6 മണിക്കൂർ ശേഷം നല്ലോണം ഇതിനെ വാഷ് ചെയ്തെടുത്തിട്ട് ക്ലീൻ വെള്ളമാവുന്ന വരെ ഒന്ന് നല്ലോണം വാഷ് ചെയ്തെടുക്കാം. ഇനി അരിനെ നല്ലോണം ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. സോ ഇത് 1.5 കപ്പ് റൈസ് ആയതുകൊണ്ട് 1 ടൈം നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ വലിയ ക്വാണ്ടിറ്റിയിലുണ്ടാവാം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല ഒരു പേസ്റ്റ് ആവുന്ന വരെ അടിച്ചിട്ടെടുക്കണം. സോ പേസ്റ്റ് തരിങ്ങനെ അധികം ഉണ്ടാവരുത്, നല്ല സ്മൂത്ത് ആയിട്ടില്ലേ ബാറ്റർ ആയിരിക്കണം അടിച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി യൂഷ്വലി 1 കപ്പിന് 1.5 to 2 കപ്പ് വെള്ളമാണ് എടുക്കുക. സോ മിക്സിയിലേക്ക് ഫുള്ളായിട്ട് ആദ്യം വെള്ളം പാരരുത്, എന്താ വെച്ചാൽ മിക്സീൻ്റെ പുറത്തോട്ടേക്ക് തൂക്കാൻ തുടങ്ങും. സോ ആവശ്യത്തിന് അത്ര വലിയ വെള്ളം മാത്രം പാർന്നിട്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് അടിച്ചെടുക്കണം. ബാറ്റർ ഒരു പാത്രത്തിലേക്ക് പാർന്നിട്ട് ബാക്കിയുള്ള വെള്ളം മിക്സിയിലേക്ക് പാർന്നിട്ട് അതിനൊന്ന് വാഷ് ചെയ്തെടുത്ത ശേഷം ഞങ്ങൾക്ക് ഈ ബാറ്ററിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടിയും പാർന്ന് കൊടുക്കാം. സോ അതുവേ റെസിപ്പിയിൽ തേങ്ങ ചേർക്കാറുണ്ട്, പക്ഷേ ഇവർ ചേർക്കാറില്ല ഉണ്ടാക്കുന്ന സമയത്ത്. സോ വേണമെങ്കിൽ കോക്കനട്ടും ചേർക്കാം ബാറ്ററിലേക്ക്, പക്ഷേ ഞങ്ങൾ ഈ വിധത്താണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ബാറ്ററിന് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉണ്ടാക്കിയ ശേഷം അപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ബാറ്റർ നല്ലൊരു ബട്ടർ മിൽക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുന്നത്. ഇങ്ങനെ പാറുന്ന സമയത്ത് നല്ല ലിക്വിഡി ആയിരിക്കണം. സോ ലിക്വിഡി അല്ലെങ്കിൽ നിങ്ങളുടെ ദോശ ഭയങ്കര തിക്കായിട്ടാണ് വരിക. സോ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കണം. സോ ദോശേൻ്റെ ബാറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കാൻ കാണിച്ചു തന്നു. ഇനി ഇതിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. സോ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമില്ലേ, ഒരു ഫുൾ ഉള്ളിനെ നല്ലോണം ചോപ്പ് ചെയ്ത് വെക്കാം, 1 ഇഞ്ച് ഇഞ്ചി, കുറച്ച് കൊറിയാൻഡർ ലീഫ്, പിന്നെ ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, ഡ്രൈ ആയിട്ടില്ല ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ചില്ലി പൗഡർ, ഉപ്പ്, പുളിവെള്ളം, 2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ സീഡ്, 2 ഏലക്കായ്, ചെറിയ കഷ്ണം പട്ട ആൻഡ് 3 ഗ്രാമ്പു, 4 റെഡ് ചില്ലി ഹോൾ, ഒരു 5-6 ഗാർലിക്കിൻ്റെ പോഡ്സ് നടുമുറിച്ച് വെച്ചത്, പിന്നെ ഒരു 1 ടീസ്പൂൺ ക്യൂമിൻ സീഡ്, 1/4 ടീസ്പൂൺ മേത്തി സീഡ്, 1/4 ടീസ്പൂൺ സോംഫും, പിന്നെ ഒരു 20 പെപ്പർ, പിന്നെ ഒരു 1/2 kg ചിക്കന് കൂടി എടുത്തിട്ടുണ്ട്. ചിക്കനെ നല്ലോണം വാഷ് ചെയ്തിട്ട് സൈഡിൽ മാറ്റി വെക്കാം. ഇനി പാൻ നല്ലോണം ചൂടായ ശേഷം അതിലേക്ക് ഞങ്ങൾക്ക് റെഡ് ചില്ലീസ് ഇട്ട് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിന് ഞങ്ങൾ ആദ്യം ഡ്രൈ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. റെഡ് ചില്ലി റോസ്റ്റായ ശേഷം അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞങ്ങൾക്ക് ഉള്ളീനെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഉള്ളി നല്ലോണം ഒന്ന് വാടി വരുന്ന വരെ വേണം അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലൈറ്റ് ബ്രൗൺ കളറായാൽ മതി. സോ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇതിനെ ഇനി പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞങ്ങൾക്ക് പാനിലേക്ക് കൊറിയാൻഡർ സീഡ് കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഹാഫ് വേ റോസ്റ്റായി എടുത്ത ശേഷം അതിലേക്ക് ഞങ്ങൾക്ക് ഗാർലിക്കിനെ ഇടാം. ഗാർലിക് ഒന്ന് ഹാഫ് റോസ്റ്റായി വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അതിലേക്ക് ക്യൂമിൻ സീഡ് ഇടാം.
ബാക്കിയുള്ള സാധനങ്ങളിടാം. മേത്തി, സോംഫ്, പിന്നെ പെപ്പർകോൺ, പിന്നെ അത് കഴിഞ്ഞിട്ടില്ലേ ഗരം മസാല ഫുള്ളായിട്ടില്ലേ പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ കൂടിയും ഇടാം. ഇതിന് ഇനി നല്ലൊരു മണം വരുന്ന വരെ ഒന്ന് സോത്തേ ചെയ്തെടുക്കാം. സോ ഞങ്ങളുടെ മസാല റെഡിയാണ്. ഇതിന് ഇനി പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി പാനിലേക്ക് ഒരു 3/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ട് ഇതിനെ വറുത്തെടുക്കണം. സോ ഞങ്ങൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് കോക്കനട്ട് ഉപയോഗിക്കണമെങ്കിൽ ഫ്രഷ് കോക്കനട്ടും ഉപയോഗിക്കാം. സോ നല്ലോണം ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിന് ഇനി പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി എല്ലാ റോസ്റ്റ് ചെയ്ത സാധനങ്ങളും മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ആവശ്യത്തിന് വെള്ളം പറന്നിട്ട് ഒന്ന് കോഴ്സായിട്ട് പേസ്റ്റ് ആക്കിയ ശേഷം കുറച്ചുകൂടി വെള്ളം പറന്നിട്ട് നല്ലോണം ഒന്ന് ഫൈനായിട്ടില്ല സ്മൂത്ത് പേസ്റ്റ് റെഡിയാക്കിയിട്ട് എടുക്കണം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ പറന്നു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും ഉപയോഗിക്കാം. സോ ആദ്യം കാണിച്ച സമയത്ത് ഒരു കഷ്ണം ഉള്ളി ഫുൾ മുറിച്ച് വെച്ചിട്ടില്ലായിരുന്നു. അതിനൊരു കുറച്ച് ഒരു 1/4 ഭാഗം മാറ്റി വെച്ചിട്ട് അതിനൊന്ന് ചെറുതാക്കി മുറിച്ചിട്ട് അത് ഓയിലിലേക്ക് ഇടാം ഇപ്പം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കറി ലീഫ് കൂടിയും ഇടാം. കറിവേപ്പില ഇട്ട ശേഷം അതിലേക്ക് കുറച്ച് മുറിച്ച് വെച്ച ഇഞ്ചി ഇല്ലായിരുന്നു, അത് കൂടിയും ഇടാം. ഉള്ളി ഒന്ന് കുറച്ച് ബ്രൗൺ ആയ ശേഷം അതിലേക്ക് ഞങ്ങൾക്ക് മുറിച്ച് വെച്ച തക്കാളി കൂടിയും ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ കുറച്ചൊന്ന് മഷിയാവണം. അതിൻ്റെ ശേഷം അതിലേക്ക് ഞങ്ങൾ ആക്കി വെച്ച പേസ്റ്റ് പാർന്ന് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അതിനെ അളിക്കേണ്ട ശേഷം അതിലേക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കറീനെ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം പാർന്ന് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ റെസിപ്പിയിൽ ചില്ലി പൗഡർ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് അവൾ മൈൻഡ് ചേഞ്ച് ചെയ്തിട്ട് പറഞ്ഞു ചില്ലി പൗഡർ ഇടുന്നില്ല, ഒന്നെങ്കിൽ ഇട്ടില്ല അല്ലെങ്കിൽ മറന്നു പോയിടാൻ അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി സ്പൈസി കറി ആക്കണമെങ്കിൽ കുറച്ച് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ 4 ഹോൾ ചില്ലീസ് ഇട്ടറല്ലേ, സോ സ്പൈസ് ഉണ്ടായിരുന്നു. ഇതിലേക്ക് ഇനി പുളീൻ്റെ വെള്ളം പാർന്ന് കൊടുക്കാം. കറി നല്ലോണം തിളച്ച് വന്ന ശേഷം അതിലേക്ക് കൊറിയാണ്ടർ ലീഫ് കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ട് കഴിഞ്ഞ്. അത്രയേ ഉള്ളൂ, ഞങ്ങളുടെ കറി റെഡിയായി. ഇനി ഞങ്ങൾക്ക് നീർദോശ ഉണ്ടാക്കാം. സോ ഒരു പാനിന് നല്ലോണം ചൂടാക്കിയ ശേഷം അതിലേക്ക് ഓയിൽ പാർന്ന് കൊടുക്കുക കുറച്ച്. സോ ഞങ്ങളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിനൊന്ന് തടവി കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാനാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. സോ അത് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഈസിലി നിങ്ങൾക്ക് ചുട്ടെടുക്കാൻ പറ്റും. ബാറ്ററിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണ്. ഒഴിക്കുന്നതിന് മുമ്പ് എപ്പോൾ ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു വലിയൊരു ലേഡിൽ ഒരു വലിയൊരു കറണ്ടി എടുത്തിട്ട് വേണം പാറാൻ വേണ്ടിയിട്ട്. കുറച്ചായിട്ട് പാറരുത്. ഇത്ര വലിയ കറണ്ടി വീട്ടിലില്ലെങ്കിൽ ഒരു പാത്രം അല്ലെങ്കിൽ ഗ്ലാസ് അങ്ങനത്തെ എന്തെങ്കിലും എടുത്തിട്ട് പാർന്നാൽ മതി. നിങ്ങൾക്ക് കാണാം പാൻ നല്ല ചൂടാണ്. സോ ഈ ചൂടിലെ പാനിൽ ഒരു സ്വിങ് ആയിട്ട് ഒരിങ്ങനെ റൗണ്ട് മോഷനിൽ അങ്ങോട്ട് പാർന്ന് കൊടുക്കാം. ഇത് കുക്കായ ശേഷം ഫ്ലിപ്പ് ചെയ്യൂല, അതിനെ തിരിച്ചിട്ട് മറിച്ചിട്ടൊന്നും ഇടൂല. ഒരു ഭാഗയിലും ഇതിൻ്റെ കുക്ക് ചെയ്തെടുക്കുക നീർദോശേനെ. സോ ഇതിപ്പം ആയിട്ടുണ്ട്. ഇതിനെ ഇനി ഫോൾഡ് ചെയ്തിട്ട് ഞങ്ങൾ മാറ്റി വെക്കും. സോ ദോശ എങ്ങനെയാണ് ആവാം ലൈക്ക് ആയിട്ടുണ്ടോ മനസ്സിലാവുക വെച്ചാൽ അതിൻ്റെ സൈഡ് ഫുൾ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങുമ്പം നിങ്ങളുടെ ദോശ റെഡിയാണ്. സോ അതിനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചാൽ മതി. അതുവേ നിങ്ങൾ പാറുന്ന സമയത്ത് കുറച്ച് ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കവറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് കുഴപ്പമില്ല.
2 പ്രാവശ്യമൊന്നും ബാറ്റർ പാറരുത്. സോ പാറുന്ന വിധം ഒരേ ഒരു ലെയറിൽ മാത്രം പാർന്ന് കൊടുക്കാം. നീർദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഇവള് ഭർത്താവ് തന്നെ ഉണ്ടാക്കാറ്. എത്രയോ അടങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് വേഗം ആവുന്ന ഒരു ഡിഷാണ്, പക്ഷേ കുറച്ച് ടൈം എടുക്കും. എന്താ വെച്ചാൽ കുറേ ഉണ്ടാക്കണ്ടേ, പക്ഷേ ഓരോരോ ദോശ വേഗം ആയി കിട്ടും. പക്ഷെ നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റ് ബേസ്ഡ് കറീൻ്റെ കൂടെ ഈ ദോശ ഭയങ്കര യമ്മിയാണ്. വീഡിയോൻ്റെ ശേഷം ഞാനും എൻ്റെ ഫ്രണ്ട് റെസിലിയും ട്രൈ ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റി. സോ എനിക്ക് ഫസ്റ്റ് ടൈം ആയിട്ടും എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. സോ നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. എനിക്ക് ഷുവറാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ട്രൈയിൽ തന്നെ ഇത് റെഡിയായി കിട്ടും. സോ ഒരു സാധനം നിങ്ങൾ മൈൻഡിലെപ്പം വെക്കണം. ഈ ബാറ്റർ ഇങ്ങനെ പാർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മിഡ് വേ എത്തുമ്പോഴത്തേക്കും ബാറ്റർ കുറച്ചൊന്ന് തിക്കാവും. എന്താ വെച്ചാൽ അതിൻ്റെ വെള്ളം ഫുള്ള് നിങ്ങൾ ആദ്യത്തെ റൗണ്ടിലെണ്ണ നല്ല ലിക്വിഡി ആയിട്ട് പാറും. എൻഡിലേക്ക് ആകുമ്പം അതിൻ്റെ അരിയൊക്കെ സെറ്റിലാവും. സോ അത് ബാറ്ററിനെ കുറച്ച് തിക്കാക്കും. സോ ബാറ്ററിനെ ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വെള്ളം പാർന്നിട്ട് ബാറ്ററിനെ ലൂസാക്കിയിട്ട് ഒരു ബട്ടർ മിൽക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരണം. സോ നടുവിലും വെള്ളം പാറാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പാറുന്ന വെള്ളം മാത്രമല്ല പാറേണ്ട ആവശ്യം. സോ നടുവഴിക്ക് ബാറ്ററി തിക്കാണ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം പാർന്നിട്ട് അതിന് ലൂസാക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. സോ അത്രയേ ഉള്ളൂ. നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.